ഗോപികൃഷ്ണൻ. എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു 3 പോയിന്റുകളാണ്. ഒന്ന്, നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ആക്രമണം തുടങ്ങിയ സാഹചര്യവും അതിന്റെ പശ്ചാത്തലവും ഒക്കെയാണ്. ഇപ്പോൾ ആഷ്മി പറഞ്ഞ് ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്ക, ചെറിയ രാഷ്ട്രമെന്ന് പറയുന്ന ഇറാൻ. അമേരിക്ക ഇപ്പോൾ ലോക പോലീസുമല്ല, ഇറാൻ ഈ ലോകത്തിന്റെ ഭൂപടത്തിൽ നോക്കിയാൽ ചെറിയ രാഷ്ട്രവുമല്ല. കാരണം 17ാമത്തെ സ്ഥാനത്താണ് ഇറാൻ ഉള്ളത് അതിന്റെ ഭൂവിസ്തൃതിയുടെ കാര്യത്തിൽ. മാത്രമല്ല ഇറാന്റെ സൈനിക ശക്തി എന്ന് പറയുന്നത് വ്യോമശക്തിയല്ല, നാവിക ശക്തിയുടെയും സൈനിക ശക്തിയുടെയും കാര്യത്തിൽ അങ്ങേറ്റം പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണത്. ഷിയ രാജ്യം എന്ന നിലയിൽ വളരെ ശക്തമായി എല്ലാ കാലത്തും അവരുടെ ചരിത്രം പരിശോധിച്ച പ്രതിരോധത്തിൻ്റെതായ ഒരു ചരിത്രം ഇറാനുണ്ട്. പിന്നെ ഇറാനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത് എളുപ്പമുള്ള കാര്യമല്ല, അസംഭവ്യമായ ഒരു കാര്യം തന്നെയാണ്. ഇനി നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, യഥാർത്ഥത്തിൽ അമേരിക്ക ചർച്ച നടത്തിയിട്ടുണ്ട് ഇറാനുമായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഈ പഴയ കാലത്തെ ഒരു നയതന്ത്ര ഫ്രെയിം ഉണ്ടല്ലോ, അതായത് രാഷ്ട്രങ്ങൾ ഇടപെടുക, ആ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ചർച്ച, ആ കാലം മാറിയിട്ടുണ്ട്. കാരണം ഈ യുദ്ധത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യം ഇസ്രായേൽ തുടങ്ങുകയും അമേരിക്ക കൂട്ടുചേരുകയുമല്ല. ഇസ്രായേൽ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും കാലങ്ങളായി നടത്തിയിട്ടുള്ള, മാസങ്ങളായി നടത്തിയ രഹസ്യ ചർച്ചയെ തുടർന്ന് കൃത്യമായ ഒരു പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ഇറാൻ ആക്രമിക്കുന്നത്. അപ്പോഴും മറുഭാഗത്ത് നേരത്തെ അസിജ് സൂചിപ്പിച്ചതുപോലെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ചർച്ച മറുഭാഗത്ത് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഒരു വലിയ കൊടുങ്കാറ്റിന് മുന്നിലുള്ള ശാന്തതയാണെന്നാണ് ഞാൻ കരുതുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ധാരാളം സമ്മർദ്ദമുണ്ട്, നാട്ടിൽ നിന്നുണ്ട്, അതുപോലെ തന്നെ ലോകത്തെ മറ്റെല്ലായിടങ്ങളിലേക്കും പ്രതിസന്ധി വ്യാപിക്കുന്നുണ്ട്. ഈ സമ്മർദ്ദം ഡൊണാൾഡ് ട്രംപിനുണ്ട്. പക്ഷേ ഈ സമ്മർദ്ദത്തിന് വഴങ്ങി മിണ്ടാതിരിക്കുന്നു എന്നതിനപ്പുറം ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇത് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല. അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിനുണ്ടാകും. ഒരുപക്ഷെ ഈ ആണവ നിലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാന്റെ മിസൈലുകൾ വരുമെന്നുള്ള ഭയം ഇപ്പോൾ ഇസ്രായേലിനെ കൂടുതലായി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഓൾ ഔട്ട് അറ്റാക്കിലേക്ക് ഒരുപക്ഷെ പോകാനുള്ള സാധ്യത ഇടവേളയിലേക്ക് പോകും. ആഷ്മി, ഒരു ചെറിയ ഒറ്റ വാചകത്തിൽ ഒരു 4 വരികളിൽ MK ബദ്രുമാർ അടക്കമുള്ളവർ ഇപ്പൊ പറഞ്ഞു തുടങ്ങുന്നു. അമേരിക്കയിലോട് നേരത്തെ പറയുന്നുണ്ട്. ഇസ്രായേലിന്റെ പക്കൽ, മൊസാദിന്റെ പക്കൽ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞൊരു ആയുധമുണ്ട്, എപ്സ്റ്റീൻ ഫയൽ എന്ന് പറയുന്ന ആയുധമുണ്ട്. ആ ആയുധം എന്ന് പറഞ്ഞ ആയുധം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത ചെറിയ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചതിന്റെ വീഡിയോകളാണ്. അമേരിക്ക ട്രംപിനെ അത് ബ്ലാക്ക്മെയിൽ ചെയ്തെന്ന് എന്താണ് ഇവിടെയും അമേരിക്കയിലുമുള്ള ഒരുപാട് പേർ ഒരുപാട് നാളായി പറയുന്നതാണ്. അതുണ്ടെന്നുണ്ടെങ്കിൽ നെതന്യാഹു പറയുന്നത് പോലെ കേൾക്കാതെ ട്രംപിന് തരമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.